നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയായ ആനയായ ഊട്ടോളി രാമനെ അടിയന്തരമായി സർക്കാർ കസ്റ്റഡിയിലെടുത്ത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ആനയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ അന്തിമവിധി വരുന്നതുവരെ വനം വകുപ്പിന്റെ സംരക്ഷണത്തിൽ രാമനെ പാർപ്പിക്കാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, എസ് ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആനയുടെ ഉടമസ്ഥാവകാശ തർക്കവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കവെയായിരുന്നു നടപടി. കോടതിയുടെ മുൻ ഉത്തരവുകൾ ലംഘിച്ച് രാമനെ ക്ഷേത്രോത്സവങ്ങളിലും മറ്റു പരിപാടികളിലും പങ്കെടുപ്പിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തതായി ബെഞ്ച് നിരീക്ഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ആനയെ പരിപാലിക്കുന്ന കൃഷ്ണൻകുട്ടിക്ക് കോടതി 2000 രൂപ പിഴയും വിധിച്ചു. ജയകൃഷ്ണൻ മേനോൻ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഊട്ടോളി രാമനെ ചൊല്ലിയ തർക്കം ആരംഭിച്ചത് മാതാ അമൃതാനന്ദായി മഠം കരുനാഗപ്പള്ളി പോലീസ് പരാതി നൽകിയതോടെയാണ്. ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് KV സദാനന്ദൻ കൊണ്ടുവന്ന കുട്ടിയാനയായ മധുവിനെ 2001 സെപ്റ്റംബർ 12 വള്ളിക്കാവിലെ മഠത്തിൽ നടയിരുത്തുകയായിരുന്നു. പിന്നീട് മാതാ അമൃതാനന്ദായി ആനയ്ക്ക് രാമൻ എന്ന പേര് നൽകുകയും സർക്കാർ രേഖകൾ ഉൾപ്പെടെ ആ പേര് രേഖപ്പെടുത്തുകയും ചെയ്തു. ഔദ്യോഗിക രേഖകൾ പ്രകാരം ആനയുടെ ഉടമസ്ഥാവകാശം മഠത്തിനാണ് എന്നാണ് അവകാശവാദം. 2017 മദപ്പാടിന്റെ ലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് ആനയെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായെന്നും പരിചരണത്തിനായി തൃശൂർ സ്വദേശിയായ കൃഷ്ണൻകുട്ടിക്ക് കൈമാറിയെന്നുമാണ് മഠത്തിന്റെ വാദം. പിന്നീട് പാപ്പന്മാർ ആനയെ ക്രൂരമായി ഉപദ്രവിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ആനയെ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടതായും മഠം കോടതിയെ അറിയിച്ചു. 2017 മുതൽ രാമനെ പരിപാലിച്ചതിന് കൃഷ്ണൻകുട്ടിക്ക് 35 ലക്ഷം രൂപ നൽകാൻ തയ്യാറാണെന്നും മഠം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ആനയുടെ നിലവിലെ ഉടമസ്ഥൻ താനാണ് എന്നാണ് കൃഷ്ണൻകുട്ടിയുടെ വാദം. അമൃതാനന്ദമായി മഠം 2017 രാമനെ KV സദാനന്ദൻ തിരിച്ചു നൽകിയെന്നും പിന്നീട് സദാനന്ദന് ഇഷ്ടദാനമായി ആനയെ തനിക്ക് കൈമാറിയെന്നുമാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഉടമസ്ഥാവകാശം ലഭിച്ച ശേഷമാണ് ആനയ്ക്ക് ഊട്ടോളി രാമൻ എന്ന പേര് നൽകിയതെന്നും കൃഷ്ണൻകുട്ടി പറയുന്നു. ഉടമസ്ഥാവകാശ തർക്കത്തിൽ അന്തിമവിധി വരുന്നതുവരെ ആനയുടെ സംരക്ഷണ ചുമതല സംസ്ഥാന സർക്കാരിനായിരിക്കും. കേസിലെ വിവിധ കക്ഷികൾക്കായി അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഹാജരായി.